കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം നാട്ടിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഈ ഫിനാൻഷ്യൽ അവയർനെസിന്റെ ഒരു കുറവ്. ഇപ്പോ ഈ അടുത്ത് നമ്മൾ കുറെ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, 300 കോടി 2500 കോടി തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ആളുകളെ കളിപ്പിച്ച് ഡോക്ടേഴ്സ്, ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ പോലും ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാലത്ത്. അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നൊരു ന്യൂസ് ആണ്, 60% മലയാളികൾ കടക്കണിയിലാണെന്നുള്ളത്. അതും ഒരു ഫാക്റ്റാണ്. കടക്കണി എന്താ മീൻസ് EMI, ലോൺസ്, ഇങ്ങനെ കുറെ ബർഡൻസ്, അതായത് നമ്മുടെ ഇൻകത്തിന് മുകളിൽ നമ്മുടെ എക്സ്പെൻസ് പോകുന്ന അവസ്ഥ. അപ്പോ ഈ ഒരു അവസരത്തിലാണ് നമ്മളിങ്ങനെ ഈ IAP അല്ലെങ്കിൽ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യാറുള്ളത്. ഇത് ഒരു പ്രൊഡക്റ്റ് ഇൻഡെപ്തിൽ പിച്ച് ചെയ്യാനോ ഒന്നുമല്ല, ഒരു പ്രൊഡക്റ്റ് ഡിസ്കഷനോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും സെബി റെഗുലേറ്റഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ റാദർ ദാൻ ഞാനൊരു പ്രസന്റേഷൻ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ നല്ലത്, കൂടുതൽ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് എല്ലാവരുടെയും ഉള്ളിൽ കുറെ ഡൗട്ട്സ് കാണും. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പൈസ ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ, അതോ സർപ്ലസ് മണി മാത്രം ഉള്ളവർക്കുള്ളതാണോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, എത്ര എമൗണ്ടിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ കുറെ കാലത്തേക്ക് നമ്മൾ ചെയ്യേണ്ടി വരുമോ, ഇതിന് റിട്ടേൺ ഗ്യാരണ്ടി ഉണ്ടോ, ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പം അതിലൊരു ഗുണമെന്ന് വെച്ചാൽ 1-2 പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള മജോറിറ്റി ആളുകൾ 80% ആളുകൾക്കും ബെനിഫിഷ്യൽ ആവും, ചോദിക്കാൻ മടിയുള്ളവരുണ്ടാവും. സോ ഈ ഇൻ ബിറ്റ്വീൻ Q&A നമ്മൾ ലാസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ. അതിന് മുന്നേ ആയിട്ട് ഓരോ സ്ലൈഡിൽ ഞാൻ പോകുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. ഞാൻ ഈ പറഞ്ഞ ഒരുപാട് നേരം ഒരു വലിയൊരു പ്രസന്റേഷൻ ചെയ്ത് മുഷിപ്പിക്കില്ല. വാല്യൂ ആഡഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണ ഈ ഒരു 1 hour അത് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ പ്രസന്റേഷൻ ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുവാണ്. വിസിബിൾ ആണല്ലോ അല്ലേ? സ്ക്രീൻ വന്നില്ല ഇതുവരെ. വിസിബിൾ അല്ലേ? അല്ലല്ല, സ്ക്രീൻ കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ കിട്ടി. ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. വാട്ട് ഡസ് മണി മീൻ ടു യു? പൈസ ഓരോരുത്തർക്കും എന്താണ്? ഒരു വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പൈസ നമ്മൾ ഓരോരുത്തരും ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും ഈ ഗ്രൂപ്പിൽ, ഈ മീറ്റിംഗിലുള്ളവരിൽ സാലറിഡ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ സാലറിഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എല്ലാ മാസവും ഞാൻ 30 days 30 ദിവസം വർക്ക് ചെയ്ത് 1-ാം തീയതി വാങ്ങണ ശമ്പളം. അപ്പൊ അതെന്താണ് മീൻ ചെയ്യണത്? അതൊരു വലിയ ക്വസ്റ്റ്യൻ, നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. മണി എങ്ങനെയാണ് നമുക്ക് വാല്യൂ ആവുന്നത്? സോ ഇതൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഇതില് ഒരെണ്ണമൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി മജോറിറ്റി. ഹലോ ബുസാരി, ആക്ച്വലി PPT അല്ലായിരുന്നു വിസിബിളെ, എക്സൽ ഷീറ്റ് ആണ് വിസിബിൾ ആവുന്നത്. ഇപ്പൊ വിസിബിൾ ആണോ? അതെ അതെ, ഇപ്പൊ PPT വിസിബിൾ ആണ്. വിസിബിൾ ആണോ അല്ലേ? ഓക്കെ. സോ ഓക്കെ ആണല്ലോ അല്ലേ? അതെ അതെ. വാട്ട് ഡസ് മണി മീൻ ടു യു? യാ എക്സാക്ട്ലി. സോ വാട്ട് ഡസ് മണി മീൻ ടു യു? നമ്മൾ ഓരോരുത്തരും നമ്മുടെ സെൽഫ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്,
ഈ പൈസ, ഈ ചക്രം, ക്യാഷ്, ഇത് എന്താണ്, നമുക്കിത് എന്താണ്, നമ്മൾ എന്തുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യണം എന്നുള്ളത്. സോ ഈ പറഞ്ഞേക്കുന്ന കുറെ കാര്യങ്ങൾ ഇതില് ഒരു ഹൗസ് റെന്റ്, സ്വന്തം വീടുള്ളവർക്ക് ഹൗസ് റെന്റ് ഇല്ല, ബാക്കി എല്ലാം ഇതിലുള്ള എല്ലാവരും ഫേസ് ചെയ്യണം, അല്ലെ എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈലുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ഫസ്റ്റ് കാര്യം എടുത്തു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ചവരുണ്ടാവും. അവിടുന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള കൺവേർഷൻ വന്നു. അപ്പോഴും മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, അതിൽ നിന്ന് CBSE, ICSE. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു കൊച്ചിയിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ടൗണിലും പുറത്തെ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് ഫോളോ ചെയ്യണ സ്കൂളുകൾ വരെ അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഒരു വലിയൊരു മാറ്ററാണ്. നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ. ഫുഡ്, പഴയ നമ്മൾ നാടൻ ഫുഡിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പം മൾട്ടി കുസീൻ റെസ്റ്റോറൻറ്റ്സ്, ഇപ്പം അറബിക്ക് മാറി ചൈനീസ് വന്നു, ചൈനീസ് നിന്ന് അറബിക്കിലേക്ക് പോയി, അവിടുന്ന് ഇപ്പൊ ജപ്പാനീസ്, ഇറ്റാലിയൻ എല്ലാ ഫുഡുകളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സോ വൺസ് ഇൻ എ വീക്കിലും ഫാമിലി ആയിട്ട് നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കണവരായിരിക്കും. അതിൽ നമ്മൾ പോസ്റ്റ് നോക്കാറില്ല, സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്റർടൈൻമെന്റ് നമ്മളിപ്പം സിനിമ കാണാൻ ഇന്നത്തെ ഇപ്പൊ ഐമാക്സ് തിയേറ്ററിന്റെ സ്റ്റൈലുകൾ മാറി. പഴയ സിനിമ കൊട്ടകയിൽ നിന്നും ഈ പറഞ്ഞ എന്താണ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ, അത് PVR പോലുള്ള ബ്രാൻഡുകൾ വന്ന് അവിടുന്ന് ഐമാക്സിലേക്കും, അതായത് എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു ലൈഫ് ഫാമിലി, ഒരു വീക്കെൻഡിൽ ഫാമിലിയുമായിട്ട്, ഫുൾ ഫാമിലിയുമായിട്ട് 2-3 മണിക്കൂർ എൻജോയ് ചെയ്യാൻ, സ്പെൻഡ് ചെയ്യാൻ മടിയില്ലാത്തവരാണ് നമ്മൾ. ഷോപ്പിംഗ്, പഴയ ഗ്രോസറി നാടൻ കടകളിൽ നിന്ന് മാറി ഇന്ന് ഈ പറഞ്ഞ മൾട്ടി മാളുകളിലുള്ള അവരുടെ ഈ പറഞ്ഞ ഗ്രോസറി ഷോപ്പിന് മാറും. ഈ പറഞ്ഞ അതിലേക്കൊക്കെ ഇപ്പൊ ലുലുലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് നോക്കാണ്ട് ഷോപ്പിങ്ങിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇലക്ട്രിസിറ്റി ബില്ല്, മിസ്സെലീനിയസ് എക്സ്പെൻസ്, ഹൗസ് റെന്റ്, ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ടുള്ള എക്സ്പെൻസസ് ആണ്. സോ ഇവിടെ കാണിച്ചേക്കുന്ന ഒരു കോസ്റ്റ് ഓഫ് സ്കൂളിംഗ്, ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുവാണ്. കോസ്റ്റ് ഓഫ് സ്കൂളിംഗ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് മാറി അവിടുന്ന് 90s 2008 2K എന്ന് പറഞ്ഞ അതിലേക്ക് വന്നപ്പോൾ നമ്മൾ 2014 ഒരു 50,000 rupees ആണ് അപ്രോക്സിമേറ്റ് ഒരു സ്കൂളിൽ പഠിക്കാനുള്ള ഒരു കുട്ടിയുടെ ചെലവ്. തൊട്ടപ്പുറത്തേക്ക് വന്നപ്പം 2024 10 വർഷം കഴിഞ്ഞപ്പോൾ അത് 1,20,000 മാറി. 2044 ലാസ്റ്റ് സ്ലൈഡ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, ലാസ്റ്റ് സ്ലൈഡിൽ കാണിക്കുന്നത് 2044 അതായത് 6,91,000 രൂപ. ഇതെന്താ ഡിഫറൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, ലാസ്റ്റ് അതിലേക്ക് വരാം. അതിന് മുകളിലൊരു പാർട്ടുണ്ട് ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പൊ ഇൻഫ്ലേഷൻ എന്താന്ന് പറയാം, നമ്മുടെ എല്ലാം ലൈഫിൽ നമ്മൾ അറിയാണ്ട് ഹിഡൻ ആയിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് ഇൻഫ്ലേഷൻ. അതായത് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും, പണപ്പെരുപ്പം എന്ന് പറയും. നമ്മൾ എക്സ്പെൻഡ് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയുണ്ട്. ഈ 100 രൂപ കൊണ്ട് ഇന്ന് വാങ്ങിക്കാവുന്ന സാധനങ്ങൾ അടുത്ത വർഷം വാങ്ങാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാര്യം എല്ലാത്തിനും വില കൂടുന്നുണ്ട്. ഇപ്പം അതിലെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞേക്കുന്നത് കോസ്റ്റ് ഓഫ് സ്കൂളിംഗ്. സ്കൂളിൽ ഇത് കുട്ടികളുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ മനസ്സിലാവും. 2014 ഒരു 50,000 പോയിരുന്ന സാധനം 10 വർഷം കൊണ്ട് അത് ഡബിൾ ആയി. അതൊരു 2044 എന്നുള്ള അവസ്ഥ, അടുത്ത 20 വർഷത്തിൽ അത് ട്രിപ്പിൾ ആയിട്ട് അത് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ 9.1% ആണ് കാണിക്കുന്നത്. എഞ്ചിനീയറിംഗ് മക്കൾ പഠിക്കുന്നവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും. 2007 നമ്മൾ എഞ്ചിനീയറിംഗ് 3 ലക്ഷം രൂപ കൊണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തു വരാമായിരുന്നു. 2024 അടുത്ത 2024 വന്നപ്പോൾ അതൊരു 15 ലക്ഷം. ഇന്ന് ഒരു നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണ, പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് 15 ലക്ഷം രൂപയൊക്കെയാണ് കോസ്റ്റ് വരിക. ഈ ഇൻഫ്ലേഷൻ, ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് മുകളിൽ കാണിച്ചേക്കുന്നതാണ് റേറ്റ്. അതായത് 2007 നിന്ന് 2024 പോയ റേറ്റ്, ആ റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ 2044 1 കോടി രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ മനസ്സിലാവും, സാധാരണക്കാരെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. 1970s വീട്ടിലൊക്കെ പാല് വാങ്ങിച്ചിരുന്ന ആളുകൾക്ക് അറിയാം 2 രൂപയാണ്. പാലെന്നല്ല, പൊറോട്ട എടുത്താലും 2 രൂപ. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ, ഞാൻ അധികം ഏജുള്ള ആളല്ല, എന്നാൽ പോലും എന്റെ ലൈഫിൽ ഞാൻ 5 രൂപയൊക്കെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 രൂപ ഒരു ബോട്ടിൽ പാലിന്. ഇന്ന് വാങ്ങുന്നവർക്കറിയാം 65 രൂപ. 2024 അല്ലെ 2025 65 രൂപയാണ് പാലിന്റെ വില. സോ ആ ഡിഫറൻസ് 1970 to 2024 ആ റേറ്റ് 6.7% ഉള്ള ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് 2044 1 ലിറ്റർ പാലിന് 236 രൂപ കൊടുക്കേണ്ടി വരും. അടുത്തൊരു എക്സാമ്പിൾ മൂവി ടിക്കറ്റ്. ഞാൻ ഫസ്റ്റ് നിങ്ങൾ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ കണക്ട് ചെയ്ത് പറയുവാണ്.
മൂവി ടിക്കറ്റ് 1975 1975 ഈ സിനിമ കൊട്ടകാന്ന് ഞാൻ പറഞ്ഞു 3 രൂപയ്ക്ക് ടിക്കറ്റിൽ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഉണ്ടാവും. ഇന്ന് 2025 ആയപ്പോൾ 3 എന്നുള്ളത് 350 രൂപ. അതായത് ഒരു പോപ്കോൺ വാങ്ങാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രഞ്ച് ഫ്രൈസോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മളൊരു എന്റർടൈൻമെന്റ് ആണ് ഇപ്പൊ വീക്കെൻഡ്സിൽ. ഇതേ ഇൻഫ്ലേഷൻ 10% ഇൻഫ്ലേഷൻ വെച്ച് 2044 ഏകദേശം 2442 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതേ റേറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ. കാറിന്റെ എക്സാമ്പിൾ എടുക്കാം. 1985 ഒരു നോർമൽ സാധാരണക്കാരന്റെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 60,000 രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടുമായിരുന്നു. ഇന്നത്തെ റേറ്റ് അത് 6 ലക്ഷത്തിലേക്ക് വന്നു. ഇതേ മോഡൽ കാർ, ഇതേ സ്റ്റാൻഡേർഡ് ഓഫ് കാർ നമ്മൾ ഒരു 2044 എടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ വെച്ച് 19,54,000 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ലൈഫിലെ കുറെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇൻഫ്ലേഷൻ. സോ ഈ ഇൻഫ്ലേഷൻ മുകളിൽ റേറ്റ് കൊടുത്തേക്കുന്നു. നമ്മളൊന്നും മനസ്സിലാക്കാത്ത വലിയ സത്യമാണ്. കാര്യം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു ശത്രുവാണ്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കോട്ടാണിത്. യു മസ്റ്റ് ഗെയിൻ കൺട്രോൾ ഓവർ യുവർ മണി. അതായത് നമ്മുടെ പൈസയിൽ നമുക്ക് കൺട്രോൾ വേണം. നമ്മുടെ പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ കൺട്രോൾ വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പൈസ ഇല്ലാത്തതിന്റെ കുറവ് നമ്മളെ നാളെ കൺട്രോൾ ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ ലോണ് അല്ലെങ്കിൽ EMI ഇപ്പൊ അതിന്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. എന്തുണ്ടെങ്കിലും ഒരു നമ്മള് വീട്ടിലേക്കുള്ള ഈ പറഞ്ഞ AC ആണെങ്കിലും ഫ്രിഡ്ജ് എടുക്കണേലും എന്തിനും എല്ലാത്തിനും ബജാജും അവിടെ ഇവിടെ എല്ലാം EMI. നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ചും സ്വഭാവമാണ്. കുട്ടികളുടെ എഡ്യൂക്കേഷന് നേരെ ഹോം ലോൺ എടുക്കും. യൂറോപ്പിലേക്ക് പഠിക്കാൻ ഹയർ എഡ്യൂക്കേഷന് പോകാൻ 20-25 ലക്ഷം രൂപ ബോണ്ട് എടുത്ത് പഠിപ്പിക്കും. എഞ്ചിനീയറിംഗിന് പോണേലും MBAക്ക് പോണേലും ഇത് തന്നെയാണ് അവസ്ഥ. നാട്ടിൽ പഠിക്കണേലും കാർ എടുക്കണേലും നേരെ എന്താ ചിന്തിക്കുന്നത്? കാർ ലോൺ തരും. HDFC, ICICI, ആക്സിസ് കാർ ലോൺ തയ്യാറാണ്. വിളിച്ചാൽ ഉടനെ റേറ്റ് പോലും ചോദിക്കില്ല. വീട് വെക്കണമെങ്കിൽ ഹോം ലോൺ ഉണ്ടല്ലോ. സോ എല്ലാം ഒരു ഈസി വേ ആണ്. സോ നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട സംഭവമാണ്. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ 35 വർഷത്തെ വർക്ക് ലൈഫ്. അതായത് 30 വയസ്സിൽ ജോലിക്ക് കയറിയ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയ ആള് 35 വർഷം അടുത്ത 60-ാം വയസ്സിൽ റിട്ടയർഡ് ആവുകയാണെങ്കിൽ നമ്മൾ ആ 35 വർഷം എടുത്ത അധ്വാനം, നമ്മുടെ ലൈഫ് ലോങ് ആ ഒരു അധ്വാനം അടുത്ത 35 വർഷം 60 വയസ്സിൽ മുകളിലേക്കുള്ള എല്ലാവരും ഭയക്കുന്ന ഒരു സമയമാണ് നമ്മുടെ റിട്ടയർമെന്റ് എന്ന് പറയും. സോ അതിനെ നമ്മളെ നോക്കാൻ നമ്മുടെ എഫേർട്ട്, നമ്മുടെ 30-35 വർഷത്തെ അധ്വാനം, നമ്മുടെ റിട്ടയർമെന്റ് നമ്മളെ നോക്കാൻ പര്യാപ്തമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട വശമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒരു ചാർട്ടായിട്ട് കാണിച്ചേക്കുവാണ്. എക്സ്പെൻസസ് ദാറ്റ് ഇൻക്രീസ് അക്രോസ് സ്റ്റേജസ് ഓഫ് ലൈഫ്. അതായത് ഇത് ഇവിടെ ഇരിക്കുന്ന ഈ കോളിലുള്ള എല്ലാവരുടെയും ലൈഫിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം ഇത് കാണാമല്ലോ അല്ലെ? വിസിബിൾ ആണല്ലോ? അതെ. ഓക്കെ. അപ്പൊ ഇതിൽ കാണിച്ചേക്കുന്നത് തുടക്കം ബർത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം എന്ന് പറയും അല്ലെ? യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല, പേരൻസ് നോക്കാനുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്തൊരു പീരീഡ് ആണ് നമ്മുടെ സ്കൂളിംഗ് ടൈംസ് അല്ലെ, കോളേജ് ടൈംസ്. സോ അവിടുന്ന് 25 വയസ്സിൽ ഒരാളുടെ ലൈഫിൽ ചേഞ്ചസ് വന്നു തുടങ്ങി. 25 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 25-ാം വയസ്സ്. അവിടുന്ന് ആ ചാർട്ട് മുകളിലേക്ക് പോവാണ് അല്ലെ? 25-ാം വയസ്സ് തൊട്ട് 60-ാം വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡ് ആണ് കാണിച്ചേക്കുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ ടൈം. സോ 60-ന് ശേഷം റിട്ടയർമെന്റ് ആണല്ലോ, അപ് ടു 80 or 90 വാട്ട് എവർ ഇറ്റ് ഈസ്. സോ 25-ാം വയസ്സിൽ ജോലിക്ക് കയറണം അല്ലെങ്കിൽ ഒരു ഏജ് ആയ ഒരാള്, നമ്മുടെ സൊസൈറ്റിയിൽ പ്രഷർ ഉണ്ട്, ജോലി കിട്ടിയില്ലേ, കോഴ്സ് കംപ്ലീറ്റ് ആയല്ലോ, ഒരു ജോലിക്ക് കയറും. ജോലിക്ക് ഏണിംഗ് ലൈഫാണ്, ഏൺ ചെയ്യാൻ തുടങ്ങും, പതുക്കെ മുകളിലേക്ക് പോകും, അവന്റെ ഇൻകം കൂടി വരും. ആ സമയത്താണ് ആദ്യത്തെ പ്രഷർ വരുന്നത് ഫാമിലിയിൽ നിന്നും ഫ്രണ്ട് സർക്കിളിൽ നിന്നും അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നൊക്കെ, സൊസൈറ്റിയിൽ നിന്ന് പ്രത്യേകിച്ച്. കല്യാണം കഴിക്കണ്ടേ, ജോലിയൊക്കെ ആയില്ലേ, ഒരു കല്യാണം കഴിച്ചു, ഫസ്റ്റ് ചൈൽഡ് ഉടൻ തന്നെ സംഭവിക്കും. ആ ഒരു സമയത്തായിരിക്കും അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എല്ലാവർക്കും. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വീടുള്ള ആൾക്കൊരു റിനോവേറ്റ് ചെയ്തൊരു പുതിയ വീട് പണിയാനാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ കാർ എടുക്കണം, എക്സിസ്റ്റിംഗ് നമ്മുടെ കാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കും. കാണിക്കുന്നുണ്ട്, ഹോമുണ്ട്, കാറുണ്ട്. അതിനിടയ്ക്ക് സെക്കൻഡ് ചൈൽഡ് വരും. സെക്കൻഡ് ചൈൽഡ് എടുത്ത ഈ ഒരു ബർഡൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ആദ്യത്തെ കുട്ടിയുടെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് കോളേജിലേക്ക് പോവുക. സോ അത് ഫിനിഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കുട്ടിയുടെ മാരേജ്, അപ്പൊ സെക്കൻഡ് കുട്ടി കോളേജിലേക്ക് വരും. സോ ഇങ്ങനെ ആകെ ഒരു എന്താണ് പറയേണ്ടത്, ഒരു പല സൈക്കിൾസിലൂടെ കടന്നു പോകുന്ന ഒരു ഹ്യൂമൻ ലൈഫ്. അത് ലാസ്റ്റ് രണ്ടാമത്തെ കുട്ടിയുടെ മാരേജ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റിട്ടയർമെന്റിലേക്ക് വരും. എല്ലാവരും ഈ മീറ്റിംഗിലുള്ള ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ ഫേസ് ചെയ്യേണ്ട, നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു സൈക്കിളാണ്. ഈ സൈക്കിൾ നമ്മൾ എവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.
ചിലർ തുടക്കക്കാരായിരിക്കും, 25 ഏണിംഗ് തുടങ്ങിയതേ ഉള്ളൂ. ചിലർ ചിലപ്പോൾ ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത കുട്ടിയുടെ കല്യാണത്തിന് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. റിട്ടയർമെന്റ് അതിനുശേഷമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും, അതായത് ഏണിംഗ് കഴിഞ്ഞു, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ 25-ആം വയസ്സിൽ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏൺ ചെയ്ത, നമ്മൾ ഈ പറഞ്ഞ നമ്മൾ സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തില്ല, നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, നമ്മുടെ ആ ജീവിതം, കാര്യം നല്ല സൊസൈറ്റിനെ കാണിക്കുകയാണല്ലേ. ഒരു കാർ അപ്പുറത്തെ വീട്ടിലൊരാള് അപ്ഡേറ്റ് ചെയ്ത് ഒരു ഈ പറഞ്ഞ അടുത്ത ലെവലിലേക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ അതിന് മുകളിൽ എടുക്കുക, അവനൊരു 3 ഡോർ താർ എടുക്കുമ്പോൾ ഇപ്പുറത്ത് റോക്സ് എടുക്കുക, ഇങ്ങനെ എല്ലാം സൊസൈറ്റിനെ കാണിക്കാനാണ്. മൊബൈൽ ഫോൺ, എന്റെ സാംസങ് S23 ആണ്, മറ്റവൻ iPhone 17 അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെ 16 കഴിഞ്ഞു, 17 എടുക്കാൻ പോകുന്നു. സോ ആ ഒരു ചേഞ്ച് നമ്മുടെ എല്ലാ ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ട്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം നമ്മൾ മാനേജ് ചെയ്യും. പക്ഷെ ലാസ്റ്റ് പാർട്ട്, അതായത് 60-ആം വയസ്സ് റിട്ടയർമെന്റ്, ഇൻകം ഇല്ലാത്ത അവസ്ഥ, അവിടെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ച നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. 60 വയസ്സിൽ മരിച്ചു പോയാൽ കുഴപ്പമില്ല, 60-ന് മുകളിൽ ഒരു 20 വർഷം കൂടെ ജീവിക്കുവാണ്, 80 വയസ്സ് വരെ. സോ അവിടെയാണ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. സോ ആർ യുവർ സേവിങ്സ് അലോൺ ഇനഫ്? നമ്മൾ ഇത്രയും കാലം നമ്മൾ സേവ് ചെയ്തത് അത് നമുക്കതിലേക്ക് മതിയാകുമോ എന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇതൊരു 100 രൂപ നോട്ടാണ്, റിസർവ് ബാങ്ക് ഇറക്കിയ 100 രൂപയുടെ നോട്ടാണ്. സോ ഇതിൽ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 100 രൂപയുടെ വാല്യൂ എങ്ങനെ താഴെ പോകണു എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അതായത് 1958 അല്ലെ 60, 1958 ഈ ഒരു 100 രൂപ അന്നുള്ളവരാണെങ്കിൽ ഈ ഒരു 100 രൂപ കയ്യിലുണ്ട്. ആ 100 രൂപ ഒരു കുടുക്കയിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ലോക്ക് ചെയ്ത് വെച്ചു എന്ന് കരുതുക. 1958 കേട്ടോ. 58 പൂട്ടി വെച്ച ആ 100 രൂപ ഇന്ന് 2025 തുറന്നു നോക്കിയാൽ 100 രൂപ അതേപടി തന്നെയുണ്ട് അല്ലേ? വാല്യൂവിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് 1958 ആ 100 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഒരു പക്ഷേ സെന്റ് കണക്കിന് സ്ഥലങ്ങൾ വാങ്ങാമായിരുന്നു, ഗോൾഡ് വാങ്ങാമായിരുന്നു. അന്നത്രയും വാല്യൂ ഉണ്ടായിരുന്നു. അന്നങ്ങനെ വെച്ച, അല്ലെങ്കിൽ പെട്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അലമാരയിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലോ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ആ 100 രൂപയ്ക്ക് ഇന്ന് എന്ത് കിട്ടാനാണ്? സോ അവിടെയാണ് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ, ഞാൻ ആദ്യം പറഞ്ഞ സാധനം, നമ്മുടെ വാല്യൂ, പർച്ചേസിങ് പവർ താഴേക്ക് പോകുന്ന ഒരു ഫാക്റ്റ് ആണത്. അത് 58 വേണമെന്നില്ല. ഇന്ന് നിങ്ങളെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 100 രൂപ എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ എടുത്ത് മടക്കി വെച്ചേക്കുക, അത് തൊടാണ്ടിരിക്കുക. ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നോട്ട് ചെയ്ത് വെക്കുക. ഒരു വർഷത്തിന് ശേഷം ആ സാധനം വാങ്ങാൻ പറ്റുമോ നോക്കുക. സോ പർച്ചേസിംഗ് പവർ. അപ്പൊ നമുക്ക് ഇതിനൊക്കെ ഒരു ഓപ്ഷൻ വേണമല്ലോ. നമ്മള് കുറെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ എക്സ്പെൻസസ് പറഞ്ഞു, ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു പേടിപ്പിക്കുന്ന സംഭവം പറഞ്ഞു. 6% ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ എടുത്ത് പോക്കറ്റിൽ മടക്കി വെച്ച് നമ്മൾ അടുത്ത വർഷം എടുത്താൽ ഇന്ന് 94 രൂപയുടെ വാല്യൂ കിട്ടുന്ന സാധനമേ അന്ന് കിട്ടുകയുള്ളൂ. അതായത് 6% ഇൻഫ്ലേഷൻ നമ്മൾ കട്ട് ചെയ്യണം. സോ അവിടെയാണ് നമ്മുടെ ഹാർഡ് ഏൺ മണി, നമ്മൾ ലൈഫിൽ നമ്മൾ മന്ത്ലി ഉണ്ടാക്കുന്ന സാലറി, അല്ലെ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്, ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ പെട്ടിയിലടച്ച് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ വാല്യൂ താഴെ പോകും. അപ്പം അതിന്റെ വാല്യൂ മുകളിലേക്ക് പോകാനുള്ള എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പുറത്ത് ഏറ്റവും എല്ലാവർക്കും ലേഡീസിനെ പ്രത്യേകം ഇഷ്ടപ്പെട്ട ഗോൾഡ് ഉണ്ട്. തൊട്ടിപ്പുറത്ത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ കൊണ്ട് വേണേൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാം. ഇപ്പുറത്ത് ഇക്വിറ്റി അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകം, മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. സോ ഇത് ഞാൻ ഓരോന്നും കമ്പയർ ചെയ്യാം. നിങ്ങളൊരു ബാങ്കിലേക്ക് കുറച്ച് ക്യാഷുമായിട്ട് പോയി ഒരു 10 ലക്ഷം രൂപയായിട്ട് പോയാൽ അവരാദ്യം നിങ്ങളോട് പറയുക FD ആയിരിക്കും, അല്ലേ? സാർ നമുക്കിവിടെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സാർ ഒരു സീനിയർ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ സാറിന് ഒരു സ്പെഷ്യൽ റേറ്റ് ഉണ്ട്, 7.5% 8% ആക്കി തരാം, ഒരു ഓപ്ഷൻ പറയും, ഇല്ലേ? അതേപോലെ തന്നെ ഗോൾഡ്, നമ്മളെയൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഹലോ കേൾക്കണില്ലേ? ഓക്കെ. സോ അപ്പോ നമ്മുടെ ഓപ്ഷൻസ് ആണ് ഞാൻ പറയണത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഗോൾഡ് കുറെ സ്വർണം വാങ്ങിച്ചു വെക്കും. അത് കോയിനൊന്നും അല്ല, ഓർണമെന്റ് ആയിട്ടാണ്. കിട്ടുന്ന പൈസക്ക് ഈ പറഞ്ഞ ബാങ്കിൾസ് ആയിട്ടും അല്ലെങ്കിൽ ചെയിൻ ആയിട്ടും ഇതൊക്കെ ആയിട്ടും റിങ്സ് ആയിട്ടും ഒക്കെ ഗോൾഡ് വാങ്ങിച്ചു വെക്കും.
കുറെ ആൾക്കാരുണ്ട് എഫ് ഡി ഇടുന്നവര്, ബാങ്കിൽ 7.8%, 0.5% കൂട്ടി തരുമ്പോൾ നേരെ കൊണ്ട് എഫ് ഡി ഇടും. ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, എഫ് ഡി നമുക്ക് കിട്ടിയ റേറ്റ് 7.5 അല്ല 8%. നമ്മൾ ആദ്യം തുടക്കം തൊട്ടേ പറഞ്ഞ പോയിന്റ്, ഇൻഫ്ലേഷൻ നമ്മുടെ കൂടെ കൂടിയ ഭൂതം 6%. അപ്പൊ ഇൻഫ്ലേഷൻ നമ്മുടെ മണീനെ തിന്നുന്നൊരു സാധനമാണ്. 8% എനിക്ക് ബാങ്ക് എഫ് ഡി റേറ്റ് തന്നാൽ 6% ഇൻഫ്ലേഷൻ അവിടെ ഉണ്ട്. സോ എനിക്ക് ആക്ച്വലി കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? 1.5%. അതായത് എനിക്ക് ബാങ്കിൽ ഞാനൊരു 10 ലക്ഷം രൂപ ഇട്ടു, ബാങ്ക് എനിക്ക് ഈ പറഞ്ഞ 7.5% എനിക്ക്, അല്ലെങ്കിൽ 8% എനിക്ക് ഇൻട്രസ്റ്റ് തന്നു. ഈ ഇൻട്രസ്റ്റ് അടുത്ത വർഷം കഴിയുമ്പോൾ കിട്ടുമ്പോൾ അന്നത്തെ മണിയുടെ വാല്യൂ താഴെ പോയി. അവിടെയാണ് ഈ 6.5 എന്ന് പറഞ്ഞ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണ ഒരു സാധനം, അല്ലെങ്കിൽ ആ റിട്ടേൺ, അതിന് മുകളിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ തരുന്ന ഒരു പ്രൊഡക്റ്റ്. അവിടെയാണ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇമ്പോർട്ടന്റ്. സോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒരു 1 ലക്ഷം രൂപ ഒരാള് 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. സിമ്പിൾ ചാർട്ടാണ് കേട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. 1 ലക്ഷം രൂപ 20 വർഷത്തേക്ക് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു. 2002 to 2022 ആ ഒരു സമയത്തെ റിട്ടേൺ ആണ് ആദ്യം കാണിച്ചേക്കുന്ന വലിയ ബാർ. അത് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയാം. രണ്ടാമത്തത് ഗോൾഡ് ആണ്. മൂന്നാമത്തത് PF, പബ്ലിക് പ്രൊവിഡന്റ്, PPF ആണ്. നാലാമത്തത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. അഞ്ചാമത് സേവിങ്സ് അക്കൗണ്ട്, വെറുതെ അക്കൗണ്ട് ഇടുക. അപ്പോ ആദ്യം 1 ലക്ഷം രൂപ 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 18 ലക്ഷം രൂപ മാർക്കറ്റ് ഇക്വിറ്റിന്ന് കിട്ടിയിട്ടുണ്ട്. 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, 18 lakhs ആയി. അതിലെ താഴത്തെ ആ ഒരു കളർ ഉണ്ടല്ലോ, ബ്ലൂ കളർ, അതാണ് ആക്ച്വൽ റിട്ടേൺ. അതായത് 18 ലക്ഷം രൂപയിലെ 71% ഇൻഫ്ലേഷൻ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഗോൾഡിലേക്ക് പോയാൽ പിന്നെയും താഴെ പോയി. എഫ് ഡി ഇടുന്ന ഒരാളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ ഇൻഫ്ലേഷൻ ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഫാക്ടറാണ്. അവിടെയാണ് ഇക്വിറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പല കൺഫ്യൂഷൻസ് തോന്നാം. മ്യൂച്വൽ ഫണ്ട് ഗ്യാംബ്ലിംഗ് ആണോ? അതുകൊണ്ടാണ് ഈ സെഷൻ ഞാൻ തുടക്കം പറയുന്നത്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ റിട്ടേൺസ് നമ്മൾ ഈ പറയണ മ്യൂച്വൽ ഫണ്ടിൽ പലരും പറയണു ഈ പറഞ്ഞ ലോട്ടറി എടുക്കുന്ന പോലെയാണ്, റിസ്ക് ഫാക്ടർ കൂടുതലാണ്. റിസ്ക് ഇല്ലാത്ത ഒരു സാധനവും ലൈഫിലില്ല, അല്ലേ? നമ്മൾ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞ് സ്ഥലം വാങ്ങിക്കും, ലാൻഡ്, പല അസറ്റ്സ് ഉണ്ട് നമുക്ക്. കയ്യിൽ ക്യാഷ് ഉള്ളവർക്ക് പലതരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ചിലർ ക്യാഷ് അതേപടി ഹോൾഡ് ചെയ്ത് വെക്കുന്നവരുണ്ട്, യാതൊരു നേട്ടവും ഇല്ല. ചിലർ ലാൻഡ് പർച്ചേസ് ചെയ്യും. ഇപ്പം എന്റെ നാട്ടുപുറത്തൊക്കെ ആണെങ്കിൽ, ഞങ്ങൾ എന്റെ കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയിൽ താമസിക്കുന്ന ആളാണ്. അപ്പൊ കാഞ്ഞിരപ്പള്ളി സൈഡിലൊക്കെ കഴിഞ്ഞ 10 വർഷം മുന്നത്തെ റേറ്റും ഇപ്പോഴത്തെ നോക്കിയാൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. ഇലക്കൊരു റിയൽ എസ്റ്റേറ്റ് ബൂം വന്നതല്ലാതെ. അവിടെയും ലിക്വിഡിറ്റി പ്രശ്നമുണ്ട്. നമുക്കൊരു എമർജൻസി വന്നാൽ നമ്മുടെ 10 സെന്റ് സ്ഥലം വിറ്റിട്ട് ഇതിൽ ചെയ്യാൻ നോക്കിയാൽ അതിനുള്ള പാർട്ടി വരണം, വില കിട്ടണം, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, എല്ലാവരും പറയും ഗോൾഡിന് ഭയങ്കര വില കൂടി, കുറെ ഗോൾഡ് വാങ്ങിച്ചിരുന്നത് നല്ലതായിരുന്നു. ശരിക്കും നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയം, നമ്മൾ വാങ്ങുന്ന സ്വർണം, നമ്മൾ ഈ പണിക്കൂലി കാര്യങ്ങൾ എല്ലാം കൊടുത്ത് വാങ്ങണ സ്വർണം, ഇത് അതേപടിയല്ലല്ലോ ഇപ്പൊ ഒരു കല്യാണ കുട്ടിയുടെ മകളുടെ കല്യാണ ആവശ്യത്തിന് വെക്കുന്ന ഒരു സ്വർണം കഴിഞ്ഞ 10 വർഷമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, ഈ കല്യാണ സമയം 10 വർഷത്തിന് ശേഷം ആ സ്വർണ്ണമല്ല ഇടുക. ആ സമയത്ത് അത് വിൽക്കേണ്ടി വരും. വിൽക്കുമ്പം അന്നത്തെ പണിക്കൂലി അവർക്ക് കിട്ടില്ല, അതിൽ കുറവ് വരും. ആക്ച്വൽ അന്നത്തെ പ്രൈസ് കിട്ടില്ല, അതും കുറവായിരിക്കും കിട്ടുക. അതിനുശേഷം പുതിയ സ്വർണം വാങ്ങുമ്പോൾ അവിടെ പിന്നെയും പണിക്കൂലി കൊടുക്കണം. സോ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഓർക്കും ഇതൊക്കെ ഭയങ്കര നേട്ടമാണ്. സോ അവിടെയാണ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ എടുത്തു പറയാം, ഇതിൽ ഡൗട്ട് ഉള്ളവരെ ബിസിനസ്സുകാരുടെ പറയാം, മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് എന്ന് പറഞ്ഞ പാർട്ട്, 0 റിസ്ക് പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാം, 1 മാസം ചെയ്യണമെങ്കിൽ 1 മാസം ചെയ്യാം, 3 മാസം വേണ്ടവർക്ക് 3 മാസം, ലോങ് ടൈം വേണ്ടവർക്ക് ലോങ് ടൈം. റിട്ടേൺ അതനുസരിച്ച് വേരി ചെയ്തിരിക്കും. 1 മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് 20% റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ അല്ല. സോ ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബോഡി. എടുത്തു പറയാൻ റീസൺ, നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഒരുപാട് ചിറ്റ് ഫണ്ട്സിന്റെ തട്ടിപ്പുകൾ നമ്മൾ കാണാറുണ്ട്, ഷെയർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ തട്ടിപ്പ് കാണാറുണ്ട്. അപ്പൊ ആളുകൾ വീഴാൻ ഏറ്റവും എളുപ്പം ഇതാണ്. 10% റിട്ടേൺ തരാം, 12% ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് നടത്തുന്നത്, പുറത്ത് ദുബായിലാണ് എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കും.
ചിട്ടികൾ, ഒരുപാട് ചിട്ടികൾ പോയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ ഫോർ യുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് തൃശ്ശൂർ ഭാഗത്ത് നമ്മൾ കുറെ കേസുകൾ കേട്ടു. അപ്പം ഇവിടെയൊക്കെയാണ് അവയർനെസിന്റെ പ്രശ്നമാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഗവൺമെന്റ് റെഗുലേറ്റഡ് ബോഡി റെഗുലേറ്റ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആളുകൾക്ക് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാൽ നാട്ടിലെ ആരെങ്കിലും ഈ പറഞ്ഞ ലോക്കലി ഉള്ള ഒരാൾ ഒരു ഫിനാൻഷ്യർ തുടങ്ങുന്ന ചിട്ടിയിൽ പോയി വിശ്വസിച്ച് പൈസ ഇടും. അപ്പൊ ആളുകളുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് റിട്ടേൺ മുകളിലേക്ക് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഡ്യൂറേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന പീരീഡ്. എല്ലാവർക്കും നമുക്ക് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ലൈഫിൽ നമുക്ക് ഓരോരുത്തർക്ക് ഒരു ഗോൾ വേണം, അല്ലെ? മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരു ബിസിനസ് നടത്തുന്നയാൾക്ക് ഒരു ദിവസത്തേക്കുള്ള അയാളുടെ സർപ്ലസ്. വെള്ളിയാഴ്ച എനിക്ക് എന്റെ അക്കൗണ്ടിൽ 1 കോടി രൂപയുണ്ട്, എനിക്ക് 2 ദിവസം വേണ്ട, തിങ്കളാഴ്ച മതി. ഷോർട്ട് ടൈം, വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കോൾ മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, റിസ്ക് ഇല്ല. ഇനി എന്റെ പൈസ എനിക്ക് 1 മാസത്തേക്ക് വേണ്ട, 1 മാസം കഴിഞ്ഞ് തന്നാൽ മതി. റിട്ടേൺ അതിനുള്ളതായിരിക്കും ജനറേറ്റ് ആവുക. റിട്ടേൺ പാർട്ടൊക്കെ ജിതിൻ ഭായികളോട് സംസാരിക്കും. എപ്പോഴും നമ്മുടെ ലോങ് ടൈം ഗോൾസിന് എപ്പോഴും ഇക്വിറ്റി തന്നെയാണ് നല്ലത്. ലോങ് ടൈം ഗോൾസ് എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഇപ്പോ എന്താണ്, നേരത്തെ കാണിച്ച ലൈഫ് സ്പാനിൽ അയാളുടെ ഏണിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കുട്ടികളുണ്ടായി, കല്യാണം കഴിഞ്ഞു, കുട്ടിയുടെ മാരേജ്, അതിന് മുന്നേ കുട്ടിയുടെ എഡ്യൂക്കേഷൻ. ഇപ്പൊ എഡ്യൂക്കേഷൻ കോസ്റ്റുകൾ നമ്മൾ സംസാരിച്ചു. ഇന്നത്തെ 1 വയസ്സുള്ള കുട്ടി അടുത്ത 15 വർഷം കഴിയുമ്പോൾ ഉള്ള ആ കുട്ടിയുടെ കോസ്റ്റ് ആണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ഈസി വേ ആണ്, എന്റെ മോൾക്കൊരു ബാങ്ക് ലോൺ എടുത്താൽ പോരെ ആ സമയത്ത്. അപ്പം എന്തിനാണ് ബാങ്ക് ലോണിലേക്ക് പോണത്? നമ്മുടെ കുട്ടിക്ക് നമ്മൾ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക ലൈഫിൽ. എന്റെ ലൈഫിൽ എനിക്ക് എന്റെ അടുത്ത വരാനുള്ള ഇവന്റ്, എല്ലാവരുടെയും ലൈഫിൽ ഓരോരുത്തർ ഇവന്റ് വരും. ഇപ്പം 20 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചോളം അവന്റെ ലൈഫിൽ അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുക. ജോലി കിട്ടിയതിനു ശേഷം അടുത്ത ഇവന്റ് എന്ന് പറഞ്ഞാൽ അവന്റെ കല്യാണമായിരിക്കും. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചോളം ആദ്യത്തെ കുട്ടി, ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും അടുത്തത്. അതായത് എന്റെ സൊസൈറ്റി, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ആള് മോളെ പഠിപ്പിക്കുന്നത് ചോയ്സ് സ്കൂളിലാണെങ്കിൽ ഞാനിപ്പുറത്ത് GPS പഠിപ്പിക്കും. അതായത് ഒരു മത്സരമാണ് കാണുന്നത്, അല്ലെ? ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകും തോറും, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ എന്റെ സിസ്റ്റർ MBBS പഠിക്കുന്ന സമയത്ത് 2018-19 കൊടുത്ത ഫീസിൽ നിന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഈ പറഞ്ഞ പ്രൈവറ്റ് കോളേജിൽ MBBS പോകണമെങ്കിൽ ഭയങ്കരമായി വ്യത്യാസം വന്നു. ഓരോ വർഷവും ഈ ഫീസ് കയറി പോവാണ്. അപ്പോ പൈസ നമ്മൾ ആ സമയത്ത് ഒരു ബർഡൻ ആക്കാണ്ട് ഇന്നേ സേവ് ചെയ്ത് തുടങ്ങുക. ഇന്ന് എന്റെ കുട്ടിക്ക് 5 വയസ്സുണ്ട്, 15-ാം വയസ്സിൽ ആരുടെയും സഹായമില്ലാതെ, ബാങ്കിന്റെ സപ്പോർട്ട് ഇല്ലാതെ അവൾക്ക് വേണ്ടി അല്ലെ അവന് വേണ്ടി ഞാനൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഗോള്, അല്ലെ? എല്ലാവരുടെയും ഉള്ളിൽ ഗോള് വേണം. എന്റെ മോളുടെ കല്യാണം 25-ാം വയസ്സിൽ ജോലി കിട്ടിയതിനു ശേഷം ഞാൻ നടത്തി കൊടുക്കും. അവർക്കിപ്പോ 15 വയസ്സുണ്ട്, 10 വർഷം ടൈമുണ്ട്. ഈ 10 വർഷത്തെ എന്റെ ഏണിംഗ് ഞാൻ അവൾക്ക് വേണ്ടി നല്ല രീതിയിൽ, നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണ റിട്ടേൺ ഉള്ള പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവൾക്ക് വേണ്ടി ഞാൻ സേവ് ചെയ്യും. അവളുടെ 25-ാം വയസ്സിൽ യാതൊരു ആളുകളുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് എന്റേതായ ആ ഈ പറഞ്ഞ വേയിൽ ഞാൻ ആ കല്യാണം കെങ്കേമാട് നടത്തും. ഇതാണ് ഗോൾസ്. സോ എല്ലാവർക്കും ഈ ഗോൾസ് വേണം. സോ പറഞ്ഞ നമ്മൾ സ്യൂട്ടബിൾ ഫോർ ലോങ് ടൈം ഗോൾസിന് എപ്പോഴും ഇക്വിറ്റി ഫണ്ടുകളാണ് ബെറ്റർ. മ്യൂച്വൽ ഫണ്ട്സിന്റെ ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന കുറച്ച് ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. വെൽത്ത് ക്രിയേഷൻ, സേവിങ്ങും വെൽത്തും 2 ടൈമാണ്, അല്ലെ? ചെറുപ്പകാലങ്ങളിൽ നമ്മൾ നമ്മുടെ കുടുക്കയില് നമ്മുടെ പേരൻസ്, നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ബിസിനസ് കഴിഞ്ഞ് വരണ സമയത്ത് 1 രൂപ 2 രൂപ തൊട്ടുകൾ തരും. അതിനെ എടുത്ത് ചെറിയ ഡപ്പയിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിങ്ക് ബോക്സിൽ നമ്മൾ സേവ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് കൊടുക്കാന്ന് പറയും. അപ്പൊ കുടുക്കയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇട്ട പൈസ അത് സേവിങ് ആണ്. സേവിങ്ങും വെൽത്ത് ക്രിയേഷനും 2ആണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. എനിക്ക് 2 തരത്തിൽ ജീവിക്കാം. ഒന്ന്, ഞാൻ ഉണ്ടാക്കിയ പൈസ എനിക്ക് സേവ് ചെയ്യാം. രണ്ടാമത്, ഞാൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്നും എനിക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. അതായത് എന്റെ ലൈഫിൽ ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കുന്ന ഹാർഡ് ഏൺ മണി, ആ പൈസ അത് എത്രയാവട്ടെ, ആ പൈസ അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഞാൻ വേറൊരു കോർപ്പസ് ഉണ്ടാക്കും. അതാണ് വെൽത്ത് ക്രിയേഷൻ. സോ അവിടെയാണ് സെക്കൻഡ് പോയിന്റ്, ഇൻഫ്ലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പണപ്പെരുപ്പം, അതായത് സ്കൂളിലേക്ക് പോകുന്നതിന്റെ ചെലവുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ചെലവുകൾ, സിനിമയ്ക്ക് പോകാനുള്ള ചെലവുകൾ എല്ലാം കൂടി വേണം. അപ്പൊ അതിനെ ബീറ്റ് ചെയ്യണം നമ്മുടെ പൈസ. സോ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യും. അസറ്റ് അലോക്കേഷൻ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ, അസറ്റ് എന്ന് പറഞ്ഞാൽ പല അസറ്റ്സ് ഉണ്ട്. ലിക്വിഡ്, ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ എന്താണ് റിയൽ എസ്റ്റേറ്റ്, അതൊരു അസറ്റ് ക്ലാസ് ആണ്. ഗോൾഡ് ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഗോൾഡും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം,
ഗോൾഡുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. സ്വർണം വാങ്ങിച്ച് നമ്മുടെ പണിക്കൂലിയും ഈ പറഞ്ഞ GSTയും ചാർജുകളും എല്ലാം കൊടുത്ത് വെറുതെ പണിക്കൂർ, ഇതെല്ലാം ആ ഒരു നമ്മൾ അതിന്റെ വാല്യൂ നശിപ്പിക്കാണ്ട് നമുക്ക് നമ്മുടെ ഈ ഗോൾഡ് അതേ വിലയിൽ ഡൊമസ്റ്റിക് പ്രൈസിൽ മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യാം. സോ ഹെൽപ്പ് അസ് ആൻ അഡീഷണൽ ഇൻകം സോഴ്സ്. നമ്മുടെ ലൈഫിൽ മുന്നോട്ട് നമുക്ക് വേറൊരു ഇൻകം സോഴ്സ്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടർ, 60-ആം വയസ്സിൽ റിട്ടയർഡ് ആവും. എല്ലാവരും ഭയക്കുന്ന ഒരു സാധനമാണ് റിട്ടയർമെന്റ്, അല്ലെ? പ്രായമാകാൻ ആളുകൾക്ക് ഭയമാണെന്ന് പറയും. റിട്ടയർമെന്റ് അതിനേക്കാൾ ഭയമാണ്. കാര്യം എന്റെ ഇൻകം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ആരും ഇവിടെ ഇല്ല, എല്ലാവരും ഹയർ എഡ്യൂക്കേഷൻ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോണ സമയമാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കെയർ ഹോംസ് ഉള്ള, പേടിപ്പിക്കാൻ വേണ്ടി പറയുമല്ല, പാലാ കാഞ്ഞിരപ്പള്ളി സൈഡിൽ അന്വേഷിച്ചാൽ അറിയാം, കെയർ ഹോംസ് കണ്ടമാനം വരുന്നുണ്ട്. കാര്യം ഒരു കോടിയോ വല്ലതും ഡെപ്പോസിറ്റ് ചെയ്ത് മാതാവിനെയും പിതാവിനെയും അവിടെ കൊണ്ട് നിർത്തി, എല്ലാം ഹൈഫൈ സെറ്റപ്പാണ്. അവരെ പാർക്കിൽ കൊണ്ടുപോകും, അവരെ ജിമ്മിൽ കൊണ്ടുപോകും, വോക്കിങ്ങിന് കൊണ്ടുപോകും, സിനിമ കാണാൻ കൊണ്ടുപോകും. കാര്യം വലിയൊരു എമൗണ്ടാണ് കൊടുത്തേക്കണേ. ഇവൻ ഈ അടുത്തൊരു കേസ് വായിച്ചത് വളരെ വിഷമം തോന്നി. ആള് സ്വന്തം മാതാവ് മരിച്ചു, അമ്മ മരിച്ചതിന് ശേഷമുള്ള ചടങ്ങുകൾക്ക് പോലും ഓൺലൈനായിട്ടാണ്, അതിനും പൈസ കൊടുത്ത് നമ്മൾ ഈ പറഞ്ഞ ഏജൻസിനെ ഏൽപ്പിച്ചേക്കുവാണ്. പണ്ടൊക്കെ കല്യാണം നടത്താൻ വേണ്ടിയാണ് നമ്മൾ ആളുകളെ ഏൽപ്പിക്കാറുള്ളത്, അല്ലെ? ഇവന്റ് മാനേജ്മെന്റ്. ഇപ്പം മരണശേഷമുള്ള ചടങ്ങുകൾക്കും ഇവന്റ് മാനേജ്മെന്റ് വന്നു തുടങ്ങി. കാലം ഭയങ്കരമായിട്ട് മാറി. സോ റിട്ടയർമെന്റ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഭയക്കേണ്ട സംഭവമാണ്. എന്റെ 60 വയസ്സിന് ശേഷം എനിക്ക് എന്തുണ്ടാവും? അപ്പൊ അതിലേക്ക് നമ്മൾ കരുതി വെക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ പെട്ടിയിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ബാങ്കിൽ കൊണ്ട് FD ഇട്ടാലോ ഒന്നും ഉണ്ടാവില്ല. കോർപ്പസ് ഉണ്ടാവണമെങ്കിൽ റിട്ടേൺ തരുന്ന ഇൻഫ്ലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭൂതം, അതിനെ നമ്മൾ വെട്ടണം. അതിന് മുകളിൽ റിട്ടേൺ തരുന്ന പ്രൊഡക്റ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. സോ അപ്പൊ ഈ പറഞ്ഞ മനുഷ്യൻ, അതാണ് ക്വാളിറ്റി ഉള്ള ലൈഫ് നമ്മൾ പറയുന്നത്, അല്ലേ? ഈ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരാണ് ക്വാളിറ്റി ഉള്ളവർ നമ്മൾ പറയുന്നത്. അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കണം? ഇടതുവശം കാണിക്കേണ്ടത് നമ്മുടെ ഏണിംഗ്, ആ ഒരു ടൈമാണ്. വലതുവശം കാണിക്കേണ്ടത് നമ്മുടെ റിട്ടയർമെന്റ്, ഏജ്ഡ് ആയിട്ടുള്ള സമയം. സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പൈസ ഉള്ള ആളുകൾക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാവരെയും മനസ്സിലുണ്ട്, അല്ലേ? അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ടിൽ മിനിമം 500 രൂപയിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എത്ര നമ്മൾ ചെയ്യണോ, എത്ര കാലം ചെയ്യണോ അത്ര നല്ലത്. വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സാലറിയിൽ നിന്നും അവർക്ക് ഇഷ്ടമുള്ള ഡേറ്റിൽ, അവർക്ക് ഇഷ്ടമുള്ള ടൈം വരെ, എടുത്തു പറഞ്ഞു ഇഷ്ടമുള്ള ടൈം വരെ, അതായത് ഞാനൊരു പ്രൊഡക്റ്റ് ചെയ്ത് അടുത്ത 20 വർഷം കമ്പനിയിലാരും, ഞാനാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, എന്റെ കുട്ടിക്ക് 1 വയസ്സ്, എന്റെ കുട്ടീനെ അടുത്ത 15-ാം വയസ്സിൽ അവളുടെ ഗ്രാജുവേഷന് അവൾക്ക് ആവശ്യം വരുന്ന കോർപ്പസ് 50 ലക്ഷം രൂപ. ആ 50 ലക്ഷം രൂപ അന്ന് ഞാൻ ഉണ്ടാക്കാൻ ഓടൂല. ഇന്ന് ഞാൻ ഒരു SIP സ്റ്റാർട്ട് ചെയ്യും മന്ത്ലി. SIPയുടെ ബെനിഫിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. സോ ഹെൽപ്സ് ഇൻ അച്ചീവിങ് യുവർ ഫിനാൻഷ്യൽ ടാർഗറ്റ്. എല്ലാവർക്കും ഈ ഫൈനാൻഷ്യൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. കാർ എടുക്കുക. എന്തിനാണ്? നമ്മുടെ ഇപ്പോൾ ഒരു വണ്ടിയുണ്ട്, അടുത്ത 5 വർഷം കഴിയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യണം. നേരെ ഇതിനെ വിൽക്കുമ്പോൾ ഇതിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. 10 ലക്ഷം രൂപ എടുത്ത വണ്ടി 5 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ 5 ലക്ഷം രൂപ കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത 15 ലക്ഷത്തേക്ക് പോവാണ്. അവിടെ എന്ത് ചെയ്യും? അവിടെ ലോൺ ഇടും 9%. എത്ര എമൗണ്ട് ആണ് നമ്മൾ ലോസ് ചെയ്യണത്? സോ ഒരു എക്സാമ്പിളൂടെ പറയാം. ബോറിംഗ് ആണോ? ആരും അനക്കൊന്നുമില്ല. ഇല്ല, ബോറിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചോദിക്കാം. ഇല്ലെങ്കിൽ Q&A നമ്മൾ ലാസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൽ ചാറ്റിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തിടാം ചോദിക്കാൻ മടിയുള്ളവർക്ക്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ SIP, അതായത് നമ്മുടെ എല്ലാ മാസവും മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാവുന്ന എമൗണ്ട്. ഇത് ഇവിടെ ഒരു 10,000 രൂപയാണ് മന്ത്ലി കാണിച്ചേക്കുന്നത്. അതൊന്നും നമ്മളാണ് ചൂസ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ സാലറി 1-ാം തീയതി വരുന്നു. എന്റെ സാലറി, എനിക്ക് EMIs ഉണ്ട്, ഈ പറഞ്ഞ ഹോം ലോൺ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള എമൗണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യണത്. തിയേറ്ററിൽ പോയും അല്ലെങ്കിൽ ഫുഡ് കഴിച്ചും. ഇപ്പം മനുഷ്യന് 2 ലൈഫ്, ഇത് 2 തരത്തിലാണ് ലൈഫ്. ഒന്ന് ആവശ്യം, 2 അത്യാവശ്യം, അല്ലെ? ആവശ്യം എന്ന് പറഞ്ഞാല് 5 പേരുള്ള ഒരു ഫാമിലിക്ക് പോകാൻ ഒരു 5 സീറ്റർ കാർ അത്യാവശ്യമാണ്. 2 പേർക്ക് പോകാനാണെങ്കിൽ 2 വീലർ അത്യാവശ്യമാണ്. 5 പേർക്ക് പോകാൻ 7 സീറ്റർ അത് അവന്റെ ആവശ്യമാണ്, അത്യാവശ്യമൊന്നുമല്ല, അല്ലേ? അപ്പം അത്യാവശ്യങ്ങളെ എപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതിൽ കാണിച്ചേക്കുന്നത് 2 ലൈഫ്. ഫസ്റ്റ് ആദ്യത്തെ നോക്കിയാൽ 30 years ഓഫ് ടു റിട്ടയർ. അതായത് റിട്ടയർമെന്റ് 30 വർഷം ഉള്ള ഒരാള്, അതായത് 30 വയസ്സെന്ന് കൂട്ടുക, 60 വയസ്സ് റിട്ടയർമെന്റ് ആണെങ്കിൽ 30 വയസ്സുള്ള ഒരാള് മുകളിൽ കാണിച്ചിരിക്കുന്ന 10,000 രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു.
12% CAGR, അതായത് റിട്ടേൺ. ഈ റിട്ടേൺ 12 ആണോ 15 ആണോ 20 ആണോ 10 ആണോ എന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. 12% അപ്രോക്സിമേറ്റ് കൊടുത്തു. അതായത് 30 വയസ്സുള്ള ആദ്യത്തെ ആളാണ് കേട്ടോ. 30 വയസ്സുള്ള അയാൾക്ക് 30 വർഷം ഉണ്ട് റിട്ടയർഡ് ആവാൻ. അയാള് 10,000 രൂപ വെച്ച് അടുത്ത 30 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 36 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റഡ്. തൊട്ടപ്പുറത്തെ കോർപ്പസ്, റിട്ടയർമെന്റ് കോർപ്പസ് 3,53,00,000 രൂപയാണ്. ഇത് റിയാലിറ്റി ആണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇനി തൊട്ട് താഴത്തെ മിഡിൽ പേഴ്സൺ, രണ്ടാമത്തെ ആള്, അയാൾക്ക് 28 വർഷമുള്ളൂ റിട്ടയർഡ് ആവാൻ. അതായത് 32 വയസ്സുണ്ട്. അയാള് ഇപ്പൊ 2 വർഷം അയാളുടെ പോയി. അയാൾ 10,000 രൂപ വെച്ചിട്ടാൽ ഏകദേശം 33 ലക്ഷം രൂപ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമുള്ളൂ. കാര്യം റിട്ടയർമെന്റ് വരെയാണ് ഇൻവെസ്റ്റ്മെന്റ്. റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്ന തുക 2.76 crore. വ്യത്യാസം കണ്ടാൽ മതി. 3,53,00,000 2,76,00,000 2 വർഷത്തെ ഡിഫറൻസിൽ. ഏറ്റവും താഴെ 26 വയസ്സുള്ളയാള്, അതായത് ഏജ് പിന്നെയും 34 വയസ്സുണ്ട് ആൾക്ക്. 60 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്തു 10,000 വെച്ച്. ആദ്യത്തെ ആളും താഴത്തെ ആളും നോക്കുമ്പോൾ ഏജ് വ്യത്യാസമുണ്ട്. 30 32 34 ലാസ്റ്റ്. 34 വയസ്സുള്ള ആള് 10,000 വെച്ച് 60 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്താൽ 12% കിട്ടിയാൽ ഇൻവെസ്റ്റ്മെന്റ് 31 ലക്ഷം. അയാൾ ഉണ്ടാക്കുന്ന കോർപ്പസ് 2,15,00,000. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ അവരുടെ ഏജ് തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇട്ട എമൗണ്ട് സെയിം ആണ്. അതായത് നേരത്തെ തുടങ്ങാത്തതിന്റെ ഒരു പ്രശ്നമാണ് പറയണത്. 30 വയസ്സിൽ തുടങ്ങിയ ആൾക്ക് 36 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 3,53,00,000 കിട്ടിയപ്പം 32 വയസ്സിൽ തുടങ്ങിയ ആൾക്ക് അതേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പം 2,76 കിട്ടിയുള്ളൂ. ഇനി 34 വയസ്സുള്ള ആൾ ചെയ്തപ്പോൾ ലാസ്റ്റത്തെ ആള് അയാൾക്ക് 2,15,00,000 കിട്ടിയുള്ളൂ. സോ ഡിലേയിങ് 4 years, ഓരോ 4 വർഷം ഡിലേ ചെയ്യുന്നതോറും നമ്മുടെ പൈസ, അത് കോമ്പൗണ്ടിങ് എന്ന് പറയും. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാല് 8th വണ്ടർ ഓഫ് വേൾഡ്, നമ്മൾ ലോകാത്ഭുതങ്ങൾ നമ്മൾ പറയും. 7 ലോകാത്ഭുതങ്ങൾ പറയും. 8ാമത്തെ ലോകാത്ഭുതം എന്താന്ന് ചോദിച്ചാൽ അത് കോമ്പൗണ്ടിങ് ആണ്. അതായത് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണു, ആ ഇൻവെസ്റ്റ്മെന്റും നമ്മളിൽ നിന്ന് ഗ്രോ ചെയ്യണു, അതിൽ നിന്നും, അതാണ് കോമ്പൗണ്ടിങ്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇപ്പൊ ഈ കോമ്പൗണ്ടിങ് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? ഇപ്പം 3 ഏജിലുള്ള ആളുകൾക്ക് വിഷമം വരും. 30 വയസ്സുള്ള ആൾക്ക് ഞാൻ ഇത്ര എമൗണ്ട് എത്തിച്ചു. അപ്പോ ഈ ആദ്യം പറഞ്ഞ സ്ലൈഡിലെ ഫസ്റ്റ് ആള് 3,53,00,000, 3 പേർക്കും ആഗ്രഹം അതേപോലെ വേണം. സെക്കൻഡ് ആളും തേർഡ് ആളും ആ രീതി ഇൻവെസ്റ്റ് ചെയ്താൽ അത് കിട്ടൂല. സോ അവിടെ എന്ത് ചെയ്തു? അവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറഞ്ഞ 10,000 രൂപ എന്നുള്ളത് രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? ഒരു 12,900 രൂപ മന്ത്ലി ചെയ്തു. ആദ്യത്തെ ആൾക്ക് 2 വർഷം കൂടുതലുണ്ടല്ലോ. രണ്ടാമത്തെ ആള് 12,900 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു? 16,600. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 30 വയസ്സിൽ തുടങ്ങിയ ആൾക്ക് 10,000 രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്താൽ 3,00,00,000 3,50,00,000 രൂപ കിട്ടി. എന്നാൽ 2 വർഷം കഴിഞ്ഞ് 32ാം വയസ്സിൽ ചെയ്ത ഒരാൾക്ക്, 2 വർഷം പോയ ആളെ സംബന്ധിച്ചോളം 12,900 13,000 രൂപ മാസം അടയ്ക്കേണ്ടി വന്നു. 34ാം വയസ്സുള്ള ആൾ തീരുമാനിച്ചപ്പോൾ അയാൾക്ക് 16,000 രൂപ. അതാ കോസ്റ്റ് ഓഫ് ആ ഡിഫറൻസ് ആണ് വരുന്നത്. സോ അത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് ഡിലേ, നമ്മൾ ഓൾറെഡി ഡിലേഡ് ആണെങ്കിൽ ഇന്നോ നാളെയോ നമ്മുടെ ലൈഫ് ഒരുപാട് കാര്യങ്ങൾ റോളർ കോസ്റ്റർ പോലെയെന്നാ പറയുന്നത് അല്ലേ? പല സൈക്കിൾസ്. പൈസയുടെ ഏറ്റവും പീക്കിൽ നമ്മൾ പറയും പലപ്പോഴും 500 രൂപ നോട്ട് റിസർവ് ബാങ്ക് ഇറക്കിയ ഒരു കടലാസാണ്. അത് ഒരു ദിവസം 500 രൂപ ഏൺ ചെയ്യുന്ന ഒരാള്, ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണെങ്കിൽ അയാൾക്ക് അയാളുടെ ഒരു ദിവസം സാലറിയാണ്. സെയിം ടൈം ഈ 500 രൂപയ്ക്ക് ഡീസൽ അടിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചുള്ളത് അവരുടെ ഒരു ദിവസത്തെ ഡീസൽ എക്സ്പെൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ പൈസ വാല്യുബിൾ തന്നെയാണ്. ഇനി മാസാവസാനം, മാസത്തിന്റെ തുടക്കം 500 രൂപ തിയേറ്ററിലും എവിടെ പോയി സ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് മാസാവസാനം ഇച്ചിരി ടൈറ്റ് വരുമ്പോൾ 500 രൂപയ്ക്ക് 5,000 രൂപയുടെ വാല്യൂ ഉണ്ടാവും. അപ്പം മണിയുടെ വാല്യൂ ആളുകളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ആദ്യത്തെ ആളാവുക. നമ്മുടെ ഏജ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസർ തന്നെ ജിതിൻ ഭായിയെ കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളൊരു കോർപ്പസ് പറയുക. ആദ്യം നമുക്ക് വേണ്ടത് ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഗോൾ സെറ്റിംഗ് ആണ്. ഗോൾ സെറ്റിംഗ്, അത് ഇൻവെസ്റ്റ്മെന്റിന് പൈസയല്ല ആദ്യം വേണ്ടത്. നമ്മുടെ ഗോൾ എന്താണ്? എനിക്ക് എന്താണ് എന്റെ അടുത്ത പൂർത്തീകരിക്കേണ്ട അത്യാവശ്യം. ആവശ്യം സെക്കൻഡറി ആണ്, അത്യാവശ്യം പ്രൈമറി ആണ്. അപ്പം ചിലപ്പം വീട് വെക്കാനുണ്ടാവും, സെയിം ടൈം കുട്ടിക്ക് കല്യാണപ്രായം ഉണ്ടാവും. അപ്പൊ എപ്പോഴും പ്രയോറിറ്റി ഏതാന്നുള്ളത് നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ കുട്ടിക്ക് കല്യാണപ്രായമായി, അല്ലെങ്കിൽ എന്റെ വീട് വെക്കണം അടുത്ത 5 വർഷത്തിൽ, അടുത്ത 10 വർഷത്തിൽ എന്റെ കുട്ടിയെ കെട്ടിച്ചു വേണം, അടുത്ത 15 വർഷത്തിൽ ഈ പറഞ്ഞ
എന്റെ റിട്ടയർമെന്റ് ആവും, അതിനുള്ള കോർപ്പസ് ഉണ്ടാവണം. സോ നമ്മൾ ചിന്തിക്കുക, എനിക്ക് എത്ര എമൗണ്ട് കോർപ്പസ് വേണം, അല്ലെ എന്റെ ഗോൾ എന്താണ്, എനിക്ക് ആവശ്യമുള്ള ഫണ്ട് എത്രയാണ്. അപ്പൊ അതിൽ വെച്ച് നമ്മുടെ അഡ്വൈസർ നിങ്ങൾക്ക് പറഞ്ഞു തരും എത്ര എമൗണ്ട് വെച്ച് SIP ചെയ്യണം. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അല്ലെങ്കിൽ സൂപ്പർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയാം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മുടെയൊക്കെ അവയർനെസ്, ഞാൻ പറയും എപ്പോഴും പറയാം, അവയർനെസിന്റെ പ്രശ്നങ്ങളുണ്ട്. എന്റെ ഫാദർ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, അവർക്ക് ബോറിംഗ് ആവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. 2020 മാർക്കറ്റ് കൊറോണ വന്ന സമയത്ത് കറക്റ്റ് ചെയ്തു. അതായത് മാർക്കറ്റ് 50% വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവും. മാർക്കറ്റ് അടിച്ചു. കോപ്പറേറ്റീവ് ബാങ്കിന്റെ വ്യാപാരി വ്യവസായിയുടെ കണക്ട് ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ക്ലിയർ ആണ്, ക്ലിയർ. അപ്പൊ എന്റെ ഫാദർ എന്ത് ചെയ്തു? എന്റെ ഫാദർ വ്യാപാരി വ്യവസായിലെ പ്രസിഡന്റ് മെമ്പർ ആയിരുന്നു. പുള്ളിക്ക് ചിട്ടി അടിച്ച പൈസ നേരെ കൊണ്ട് നമ്മുടെ നാട്ടിൻപുറമാണ്, സാധാരണക്കാരാണ്, കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത്. പുള്ളിക്ക് അറിയാവുന്ന അടുത്ത ഇൻവെസ്റ്റ്മെന്റ് അതാണ്. പിന്നെ അറിയാവുന്ന LIC ആണ്. കാര്യം LIC ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഹിറ്റായ സംഭവമാണ്. ഞാൻ ഒന്നിനെയും നെഗറ്റീവ് പറയുമല്ല. അപ്പൊ ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് എന്റെ ഫാദർ ഇൻവെസ്റ്റ് ചെയ്തു. കൊറോണ സമയമാണ്, ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യണു. സോ ഒരു കസ്റ്റമർ, ആളുടെ ഇട്ട എമൗണ്ട് ഈ പറഞ്ഞ അയാള് എപ്പോഴും മ്യൂച്വൽ ഫണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നയാളാണ്. അപ്പൊ പുള്ളിക്ക് തോന്നി മാർക്കറ്റ് കൊറോണയാണ്, മാർക്കറ്റ് ഇച്ചിരി താഴെയാണ്, അപ്പൊ ഇച്ചിരി വാങ്ങിച്ചിട്ടാൽ നല്ല റിട്ടേൺ കിട്ടും. എന്നെ വിളിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്കും അറിയില്ല കൊറോണ എന്നുള്ളത് നമ്മൾ ആരും പ്രതീക്ഷിക്കണില്ല, ഇന്ന് തീരുവോ നാളെ തീരുവോ. എന്നിരുന്നാലും കസ്റ്റമർ ഇങ്ങോട്ട് ഒരു ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈൻ പർച്ചേസ് ഉണ്ട് സാർ, നേരിട്ട് കാണാൻ പറ്റില്ല, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഒരു 15 lakhs പർച്ചേസ് പുള്ളി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്തു. നേരെ ആ സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ ഫാദറിനോട് ചോദിച്ചു, ഈ പൈസ കോപ്പറേറ്റീവ് ബാങ്കിൽ കിടന്നിട്ടൊരു കഥയൊന്നും ഇല്ലല്ലോ, നമുക്കത് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്തുകൂടെ? അമ്മ വഴിയാണ് ചോദിച്ചത്. അവരെന്നെ ഓടിച്ചില്ലെന്നേ ഉള്ളൂ, ഞാനത് മൈൻഡ് ചെയ്തില്ല. ശേഷമുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാല് 7 മാസത്തിൽ മാർക്കറ്റ് കയറിപ്പോയി. 15 ലക്ഷം വിട്ടയാൾക്ക് 45 lakhs വാല്യുവേഷൻ. ആളെന്നെ വിളിച്ചിട്ട്, ബുസാരി, നിങ്ങളും ഇതിന്റെ ഒരു പാർട്ടിന് അർഹനാണ്, കുറച്ച് പൈസ നിങ്ങൾക്കും തരാം. കാര്യം ആൾക്ക് വണ്ടറാണ്. കാര്യം 6 മാസം പുള്ളിക്ക് അറിയാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും, മാർക്കറ്റ് എങ്ങനെ കയറും, ഇതൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ്. അപ്പൊ ഞാൻ വഴിയാണല്ലോ ഇത് കിട്ടിയത് എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ തരാം. എന്നാൽ കോപ്പറേറ്റീവ് ബാങ്കിൽ FD ഇട്ട എന്റെ ഫാദറിന്റെ 12 ലക്ഷം രൂപ ഒരു 13 ലക്ഷം ആവാൻ പിന്നെയും സമയമെടുത്തു. അതാണ് ഡിഫറൻസ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തിയാണ് നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. ശേഷം നമുക്ക് വേണ്ട തുക, നമുക്ക് എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്, അത് 36 ലക്ഷം ആവട്ടെ, 50 ലക്ഷം ആവട്ടെ, 1 കോടി ആവട്ടെ. ഇനി റിട്ടയർമെന്റ് മാത്രം മുന്നിൽ കാണുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് റിട്ടയർമെന്റിൽ 1 കോടി, കുറെ രാജ്യങ്ങൾ സന്ദർശിക്കണം, പൈസ വേണം, എനിക്ക് അടുത്ത 20 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമുണ്ട്, അല്ലെ അടുത്ത 10 വർഷം ടൈമുണ്ട്. നമ്മളാണ് പീരീഡ് ചൂസ് ചെയ്യുന്നത്. അതായത് എടുത്തു പറഞ്ഞത് SIPയിൽ പർട്ടിക്കുലർ അല്ലെങ്കിൽ ഫിക്സ്ഡ് പീരീഡ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീരീഡ് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അതിനി 20 വർഷം ചൂസ് ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞ് നിർത്താം, ചാർജുകളൊന്നും ഇല്ല. 2 വർഷം കഴിഞ്ഞ് നിർത്താം. ഇനി അടയ്ക്കണ സിസ്റ്റം നിർത്തിയിട്ട് അവിടെ കിടക്കണ എമൗണ്ട് വെറുതെ കിടക്കുമല്ല, അതും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മ്യൂച്വൽ ഫണ്ട്, അതാണ് SIP. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് 2 തരത്തിൽ. SIP എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാലറിയുടെ ആളുകളെ സംബന്ധിച്ചോളം മന്ത്ലി ഇൻകം, അതിനുവേണ്ടി നമുക്ക് SIP. ഇനി ഇതിന്റെ ഒരു ബ്യൂട്ടി ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റോറിയിലേക്ക് പോവാണ്. നമ്മൾ ഈ പറഞ്ഞ 3 ആളുകൾ, അവരെല്ലാം കൂടെ കൂടി ഒരു 3-3.5 കോടി രൂപ സെറ്റ് ചെയ്തു. ഒരാൾ 10,000 വെച്ചിട്ടു, ഒരാൾ 12,000 വെച്ചിട്ടു, ഒരാൾ 16,000 വെച്ചിട്ടു. 60 വയസ്സിന് ശേഷം, ഇതിന്റെ റിയാലിറ്റി ഞാൻ കാണിച്ചു തരാം. 60 വയസ്സിന് ശേഷം നമ്മുടെ റിട്ടയർഡ് ആയി. ഇയാൾ എന്ത് ചെയ്തു? അയാൾക്ക് 3 കോടി സംതിങ് ഉണ്ടല്ലോ അക്കൗണ്ടില്, അല്ലെങ്കിൽ 2 കോടി. ഇപ്പൊ 2 കോടിയാണ് എക്സാമ്പിൾ കാണിച്ചത്. 2 കോടി ഞാൻ കോർപ്പസ് എന്റെ 60-ാം വയസ്സിൽ ഉണ്ടാക്കി. 60-ാം വയസ്സിൽ ഞാൻ റിട്ടയർഡ് ആയ നെക്സ്റ്റ് മന്ത് തൊട്ട് എല്ലാ മാസവും എന്റെ 2 കോടി രൂപ ഞാൻ ഉണ്ടാക്കിയ SIPന്നോ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ഉള്ള ആ പൈസ 1 ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും കൃത്യമായിട്ട് അടുത്ത 20 വർഷം, അതായത് 80 വയസ്സ് വരെ ഞാൻ വിഡ്രോ ചെയ്തു. അതായത് എന്റെ 30-ാം വയസ്സിൽ 40-ാം വയസ്സിൽ ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. 60-ാം വയസ്സിൽ റിട്ടയർഡ് ആയപ്പോൾ അതൊരു 2 കോടി രൂപ ആയി. അപ്പൊ തോന്നും ഈ 2 കോടി രൂപ ആവാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ജിതിൻ ഭായിയെ സമീപിക്കാം, കറക്റ്റ് കാൽക്കുലേഷൻ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ഞാനൊരു കാൽക്കുലേറ്റർ ഇപ്പോൾ ഓപ്പൺ ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. സോ 2 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് ആയ ഒരാള് എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ച് അടുത്ത 20 വർഷം
അറിയില്ല 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കും, എന്നാൽ പോലും ജീവിച്ചാൽ സ്ട്രഗിൾ ചെയ്യരുത്. അത്രയും വിഡ്രോ ചെയ്തു. 20 വർഷം വിഡ്രോ ചെയ്താലും ടോട്ടൽ വിഡ്രോവൽ 2,40,00,000 എന്നാൽ പോലും റിമൈനിങ് കോർപ്പസ് ആ 2 കോടി അവിടെ ഉണ്ട്, 1.97 crore. അതാണ് മ്യൂച്വൽ ഫണ്ട് ബ്യൂട്ടി. വിശ്വാസം വരില്ലായിരിക്കും പലർക്കും. ഞാൻ ആ ഒരു സ്ലൈഡൂടെ കാണിക്കാം. ഈ സ്ലൈഡ് വിസിബിൾ ആണോ? ഓൾറെഡി ഉള്ള സ്ലൈഡ് ആണ്. How SWP can help without your retirement. Okay, just a minute. ഇപ്പൊ വിസിബിൾ ആണോ? ലോഡി ഇപ്പോ ഇല്ല. എക്സൽ ആണ്. എക്സൽ ആണ്. അത് എക്സൽ ആണ്. സോ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഇതൊരു കസ്റ്റമറിന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്ത ഒരു സംഭവമാണ്. അതായത് കഴിഞ്ഞ മാസത്തില് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു കസ്റ്റമർ കൊടുത്ത ഒരു റിയൽ സംഭവമാണ്. അതായത് ഇത് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ എന്റെ സ്റ്റോറി പറഞ്ഞു തരാം. അതായത് ഞാനിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന പാർട്ട് കസ്റ്റമർ ഇൻവെസ്റ്റ്മെന്റ് 50 ലക്ഷം രൂപ, 50 lakhs കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യണം. യാതൊരു ലോക്കിൻ പീരീഡും ഇല്ലാത്ത പ്രൊഡക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ 50 ലക്ഷം അടുത്ത 5 വർഷമോ 10 വർഷമോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതനുസരിച്ചാണ് SWP വർക്ക്ഔട്ട് ആവുന്നത്. അല്ലാതെ ഇതവിടെ ലോക്കിൻ, നമുക്കൊരു എമർജൻസി വന്നാൽ ഇത് ലോക്കിൻ ഒന്നുമല്ല. 50 lakhs, അതാണ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ബ്യൂട്ടി. 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. മന്ത്ലി വിഡ്രോവൽ തൊട്ട് താഴെ 40,000 രൂപ വെച്ച് മന്ത്ലി. അതായത് 50 ലക്ഷം രൂപ 2019 ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ കഥയാണ്. അത് ജനുവരി 1-ാം തീയതി പുള്ളി 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 40,000 രൂപ 2020 ജനുവരി, അതായത് ഒരു വർഷത്തിന് ശേഷം മന്ത്ലി 50 ലക്ഷം ഇട്ടയാള് 40,000 വെച്ച് വിഡ്രോ ചെയ്യാൻ തുടങ്ങി. സോ നിങ്ങൾക്ക് വിഡ്രോവൽ കാണാം. 2019, 20, 21, 22 ഇങ്ങനെ വിഡ്രോ ചെയ്ത എമൗണ്ട് കാണാം. 40,000 ഉണ്ടല്ലേ, 40,000 ഇങ്ങനെ പോകുന്നുണ്ട്. സോ ഇതിന്റെ ഒരു അഗ്രസീവ് ഹൈബ്രിഡ് എന്ന് പറയുന്ന സ്കീമിലാണ് ചെയ്തിരുന്നത്. സോ മൊത്തം പുള്ളി വിഡ്രോ ചെയ്തത്, അതായത് 2020 തൊട്ട് 25 വരെ 63 ഇൻസ്റ്റാൾമെന്റ് പുള്ളി വിഡ്രോ ചെയ്തു. പുള്ളി 50 ലക്ഷം വിട്ടു, തിരിഞ്ഞു നോക്കണില്ല. എല്ലാ മാസവും എനിക്ക് 40,000 ഇൻകം വേണം എന്ന് പറഞ്ഞു. ടോട്ടൽ വിഡ്രോവൽ എമൗണ്ട് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് 14% റിട്ടേൺ ആണ് ആ കസ്റ്റമർ ജനറേറ്റ് ആയത്. 25,20,000 രൂപ പുള്ളി വിഡ്രോ ചെയ്തിട്ടുണ്ട്. 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു 2019. 2020 തൊട്ട് ഒരു വർഷം കഴിഞ്ഞ് 40,000 വെച്ച് മന്ത്ലി സ്റ്റാർട്ട് ചെയ്തു. 2020 to 25 റൺ ചെയ്തു. 5 വർഷം കൊണ്ട് ശേഷം 25 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. ബാലൻസ് നോക്ക്, 77,26,310. 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തയാൾക്ക് മാസം വിഡ്രോ ചെയ്തു. ഈ 50 ലക്ഷത്തിന് 40,000 എന്ന് പറഞ്ഞാല് ബാങ്ക് റേറ്റിന് മുകളിലാണ്, 8% അബോവാണ് കൊടുത്തേക്കുന്നത്. ബാങ്ക് അത്ര റേറ്റ് കൊടുക്കില്ല. ബാങ്കിൽ നിന്ന് കിട്ടിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട എമൗണ്ട് ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ ആ ഗ്രോത്ത് കണ്ടില്ലേ, എന്തൊരു ബ്യൂട്ടിയാണ്, 14% റിട്ടേൺ. സോ ഇത് ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ കസ്റ്റമറിനെയും ഹൈഡ് ചെയ്ത് തന്നെ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. പല സൈക്കിൾ ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ ഒരുപാട് കസ്റ്റമേഴ്സ്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ SWP, സ്മാർട്ട് വിഡ്രോവൽ പ്ലാൻ അല്ലെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയും. അതാണ് മ്യൂച്വൽ ഫണ്ട് മറ്റൊരു ബ്യൂട്ടി. അതായത് പറഞ്ഞു വന്നത് 2 തരത്തിൽ. ഒന്ന്, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ലംസം, നിങ്ങളുടെ കയ്യിലുള്ള പൈസ FDയിൽ കിടക്കുവാണോ, അത് ചെതല് തടി തിന്നുന്ന പോലെ നമ്മൾ അതിനെ ഇൻഫ്ലേഷൻ അതിനെ ഈറ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുവാണോ, അല്ലെങ്കിൽ
നമ്മുടെയൊക്കെ നാട്ടിലെ KSFE ചിട്ടിയൊക്കെ എല്ലാവരും ചിന്തിക്കും. എല്ലാ അസറ്റ് ക്ലാസ്സും ഞാൻ ചർച്ച ചെയ്യാറുണ്ട്. ഒന്നിനും നെഗറ്റീവ് പറയണതല്ല, ഞാൻ കമ്പയർ ചെയ്യുവാണ്. ചിട്ടി ഈ പറഞ്ഞ ബ്ലോക്ക് ഡിവിഷൻ ചിട്ടികൾ 10 ലക്ഷം രൂപ 9 ലക്ഷം രൂപയുടെ ബ്ലോക്ക് ഡിവിഷൻ ചിട്ടി എന്ത് ചെയ്യും ആൾക്കാര് പോയി ചേരും. ഇപ്പൊ എന്റെ ഫാമിലി ഉള്ളവരുണ്ട്. അപ്പം 60 തവണ അതിൽ 100 തവണയൊക്കെ 100 തവണയായിട്ട് 8 വർഷം മുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പം അതൊരു സേവിങ് ആയിട്ട് ആൾക്കാർ കണക്ക് കൂട്ടുന്നുണ്ട് അല്ലേ. മാസം 12,000 13,000 15,000 രൂപ അടവ് വരും. 8 അല്ലെ 100 തവണ അടച്ചതിന് ശേഷം കുറച്ച് ഈ പറഞ്ഞ വീതപ്പലിശ ഡിവിഡൻഡ് എന്ന് പറയും, ആ ഒരു സാധനമാണ് അതിന്റെ അകത്ത് റിട്ടേൺ. കറക്റ്റ് കണക്ക് കൂട്ടിയാൽ 5% താഴെയാണ്, 5%. പിന്നെ ചിട്ടി നല്ലതാണ് ആർക്കാണ് ലോൺ എടുക്കാൻ മുട്ടി നിൽക്കണ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം ലോണ് 10-10.5% കൊടുക്കാണ്ട് നമുക്ക് ചിട്ടിയിലേക്കൊക്കെ പോവാം, നല്ലതാണ് വിളിച്ച്. എന്നാൽ പോലും അതിലൊരു വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ മണിയുടെ വാല്യൂ ഒന്നും ആഡ് ചെയ്ത് വരുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ഗ്രോത്ത് ഒന്നും അതിനകത്ത് ഉണ്ടാവണില്ല ചിട്ടി. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഗോൾഡിന്റെ കേസ് പറഞ്ഞു. അപ്പൊ ഗോൾഡൊക്കെ നമുക്ക് ഗോൾഡിന്റെ ലോക്കൽ പ്രൈസിലോ ഇന്റർനാഷണൽ പ്രൈസിലോ നമുക്ക് ETF ആയിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ബൈ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്തിനാണ് നമ്മൾ ഈ പണിക്കൂലിയും പണിക്കുറവും? എന്റെ കുട്ടിക്ക് ഗോൾഡ് വാങ്ങണേൽ അടുത്ത 10 വർഷം 5 വയസ്സ് 10 വയസ്സായ കുട്ടിയാണ്, അടുത്ത 15 വർഷം 25-ാം വയസ്സിൽ അവൾ മാരീഡ് ആവണം. ഗോൾഡിന്റെ അതേ വാല്യൂ പോവാണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവളുടെ പേരിൽ കുട്ടിയുടെ വെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് വഴി ഗോൾഡ് ഉണ്ട്. ഗോൾഡിന്റെ പ്രൈസ് കയറുന്നതോടും അതുപോലെ തന്നെയാണ് ഇതിലും വർക്കൗട്ട് ആവുന്നത്. എന്താ വ്യത്യാസം? അത് ഗുണമെന്ന് പറഞ്ഞാൽ ഗോൾഡ് വിൽക്കുന്ന സമയത്തുള്ള ഈ പണിക്കൂലി പണിക്കുറവ് ഈ ഡിഫറൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല.